നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഖത്തറിൽ 99 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 104 പേർ കൂടി രോഗമുക്തി നേടി. ആകെ 2,35,506 പേരാണ് രാജ്യത്ത് രോഗമുക്തി നേടിയിട്ടുള്ളത്. പുതിയതായി സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ 49 പേർ സ്വദേശികളും 50 പേർ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയവരുമാണ്. കോവിഡ് ബാധിച്ച് 24 മണിക്കൂറിനിടെ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 606 പേരാണ് ഖത്തറിലാകെ കോവിഡ് ബാധിച്ച് മരിച്ചത്. ആകെ 2,37,147 പേർക്കാണ് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചത്. സൗദി അറേബ്യയിൽ 45 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. സൗദി ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രതിദിന കണക്ക് പ്രകാരം രാജ്യത്താകെ 24 മണിക്കൂറിനിടയിൽ 2 പേർ മരിക്കുകയും 41 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. 49,132 PCR പരിശോധനകളാണ് ഇന്ന് നടന്നത്. രാജ്യത്ത് ആകെ റിപ്പോർട്ട് ചെയ്ത രോഗബാധിതരുടെ എണ്ണം 5,47,402 ആയിരിക്കുന്നു. ഇതിൽ 5,36,447 പേർ സുഖം പ്രാപിച്ചു. ആകെ 8,732 പേർ മരിച്ചു. ബാക്കി ചികിത്സയിലുള്ളവരിൽ 150 പേർക്ക് മാത്രമാണ് ഗുരുതര സ്ഥിതി. കടുപ്പിച്ച് ബഹ്റൈൻ. ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാൻ അർഹരായവരുടെ ബി അവെയർ ആപ്പിൽ ഷീൽഡിന്റെ നിറം പച്ചയിൽ നിന്ന് മഞ്ഞയാകുമ്പോൾ പ്രയാസത്തിലാകുന്നത് നാട്ടിൽ നിന്ന് വരാനിരിക്കുന്ന യാത്രക്കാർ. 2 ഡോസ് വാക്സിനും സ്വീകരിച്ച് പച്ച ഷീൽഡ് ലഭിക്കുന്നവർക്കാണ് 10 ദിവസത്തെ ക്വാറന്റൈനിലും നാട്ടിൽ നിന്നുള്ള PCR ടെസ്റ്റിലും ഇളവുള്ളത്. എന്നാൽ ഷീൽഡ് മഞ്ഞയാകുമ്പോൾ ക്വാറന്റൈൻ വേണ്ടിവരുമോ എന്നാണ് നാട്ടിൽ നിന്ന് വരാനിരിക്കുന്നവരുടെ ആശങ്ക. ഷീൽഡ് മഞ്ഞയാണെങ്കിൽ ക്വാറന്റൈനുള്ള ഹോട്ടൽ ബുക്കിംഗ് വേണമെന്ന് ഗൾഫ് എയറും എമിറേറ്റ്സ് ഉൾപ്പെടെ എയർലൈൻസുകളും നിർബന്ധം പിടിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. രാജ്യത്ത് 2 ഡോസ് വാക്സിൻ എടുത്തവർ മാത്രം ആഭ്യന്തര വിമാന സർവീസ് ഉപയോഗപ്പെടുത്തിയാൽ മതിയെന്ന് സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി. ട്രെയിനിൽ യാത്ര ചെയ്യാനും ഈ നിബന്ധന ബാധകമാണെന്ന് റെയിൽവേ അധികൃതരും അറിയിച്ചു. ബസ് സർവീസുകളിൽ യാത്രയ്ക്കും 2 ഡോസ് വാക്സിൻ നിർബന്ധമായി. എന്നാൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ രാജ്യത്തെത്തുന്ന യാത്രികർക്ക് ഖാക്ക സർക്കുലറിൽ നിലവിൽ മാറ്റമില്ല. 2 ഡോസ് എടുത്തില്ലെങ്കിൽ നിശ്ചിത ദിവസങ്ങൾ രാജ്യത്ത് ക്വാറന്റൈനിൽ കഴിയുകയും വ്യവസ്ഥകൾ പാലിക്കുകയും ചെയ്താൽ മതിയാകും. ദുബായ് എമിറേറ്റിൽ ലൈസൻസ് ഇല്ലാതെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്നതിന് വിലക്ക്. ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ദുബായിലെ യോഗ്യരായ ടെക്നീഷ്യന്മാരുടെ എണ്ണം വിപുലീകരിക്കാനും വൊക്കേഷണൽ കോഴ്സുകളിൽ പഠനം തുടരാൻ ബിരുദധാരികളെ പ്രോത്സാഹിപ്പിക്കാനുമുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനാണ് ഉത്തരവ്. വിനിമയ നിരക്കിൽ UAE ദിർഹത്തിനെതിരെ രൂപ ദുർബലമായതോടെ പ്രവാസികൾക്ക് നേട്ടം. 1 ദിർഹത്തിന് 20.4 രൂപയാണ് ഇന്നലെ ലഭിച്ച നിരക്ക്. ഇതോടെ നാട്ടിലേക്ക് പണം അയക്കാനെത്തുന്നവരുടെ എണ്ണമേറിയെന്ന് വിവിധ എക്സ്ചേഞ്ച് അധികൃതർ അറിയിച്ചു. US ഡോളർ ശക്തിപ്പെട്ടതും ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചതുമാണ് ഇന്ത്യൻ രൂപ കൂടുതൽ ദുർബലമാകാനുള്ള പ്രധാന കാരണം. വരും ദിവസങ്ങളിൽ ഡോളർ കരുത്തു കാട്ടുന്നതോടെ രൂപ കൂടുതൽ ദുർബലമായേക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. ഏപ്രിലിന് ശേഷം ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഇന്ത്യൻ രൂപ താഴ്ന്നു. പ്രവാസികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നതിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ കുവൈറ്റ് ഭരണകൂടം ആലോചിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ട്രാഫിക് വിഭാഗം സമർപ്പിച്ച ശുപാർശ ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് ഫൈസൽ അൽ നവാഫ് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തു. പ്രവാസികൾക്ക് പുതിയ ഡ്രൈവിംഗ് ലൈസൻസുകൾ നൽകുന്നത് നിർത്തണമെന്നുള്ള രീതിയിലാണ് ട്രാഫിക് വിഭാഗം ശുപാർശ നൽകിയിരിക്കുന്നത്. രാജ്യത്തെ റോഡുകളിലെ വാഹന പെരുപ്പവും വാഹന അപകടങ്ങളും കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്നാണ് അധികൃതർ പറയുന്നത്. സൗദി അറേബ്യയിലെ അബഹ അന്താരാഷ്ട്ര വിമാനത്താവളം ലക്ഷ്യമാക്കി ഹൂതികൾ അയച്ച സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോൺ തകർത്തതായി സൗദി സഖ്യസേന. ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ പതിച്ച് 4 ജീവനക്കാർക്ക് പരിക്കേറ്റു. വിമാനത്താവളത്തിന്റെ ഒരു ഭാഗത്തെ ചില്ലുകളും തകർന്നു. സംഭവത്തോടെ വിമാനത്താവളത്തിൽ ഗതാഗതം താൽക്കാലികമായി നിർത്തിവെച്ചു. ശേഷം സാധാരണ നിലയിലാണെന്ന് സൗദി TV റിപ്പോർട്ട് ചെയ്തു. സൗദിയിൽ ഒക്ടോബർ 10 മുതൽ ആഭ്യന്തര വിമാന സർവീസുകളിൽ കയറാൻ 2 ഡോസ് വാക്സിൻ നിർബന്ധമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി. അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ വരുന്നവരുടെ കാര്യത്തിൽ ഇതുവരെ ഖാക്ക സർക്കുലർ പ്രകാരം മാറ്റമൊന്നുമില്ല. ട്രെയിനിൽ സർവീസുകളിൽ കയറാനും നിബന്ധന മാറ്റിയതായി റെയിൽവേ അറിയിച്ചു. കുവൈറ്റിൽ ഭക്ഷ്യമേഖലയിൽ നിന്നും വിസ നിയന്ത്രണം പിൻവലിക്കുന്നു. വിദേശികൾക്ക് തൊഴിൽ വിസ, തൊഴിൽ പെർമിറ്റ്, സന്ദർശന വിസ തുടങ്ങിയ എല്ലാവിധ വിസകളും അനുവദിക്കാനാണ് തീരുമാനം.
രാജ്യത്ത് ഭക്ഷ്യസുരക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ടുള്ള തൊഴിലാളികൾക്കാണ് വിസ, തൊഴിൽ പെർമിറ്റ് എന്നിവ അനുവദിക്കുന്നത് പുനരാരംഭിക്കാൻ തീരുമാനിച്ചത്. കോവിഡ് പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ വിസ നിയന്ത്രണത്തിൽ നിന്ന് ഭക്ഷ്യമേഖലയെ ഒഴിവാക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമായത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.